നമ്മുടെ റിനി ആൻഡ് ജോർജ് ഹൂ കെയേഴ്സ് എന്ന പ്രസ്താവനയിലൂടെ വളരെ സ്വാഭാവികമായി അഭിമുഖത്തിലൂടെ പുറത്തുവിട്ട വിവരങ്ങൾ വെച്ച് കേരളത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെയും MLAയുടെയും ഭാവി അവതാളത്തിലാക്കുന്നതിന് ആദ്യ തിരി കൊളുത്തിക്കൊടുത്ത പ്രിയപ്പെട്ട റിനി ആൻഡ് ജോർജ് നമ്മുടെ ഷാഫി പറമ്പിലിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ഒപ്പം നിൽക്കുന്നു. രണ്ട് തരത്തിലെ ആളുകളുണ്ട് ഈ സമൂഹത്തിൽ. ചിലർക്ക് എങ്ങനെയെങ്കിലും അവരുടെ പ്രതിഭ ആ പ്രതിഭയുടെ ലോകത്ത് പ്രകടിപ്പിച്ച് ആ പ്രതിഭയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോകണം. മറ്റു കുറേ പേർക്ക് ഈ തെറി കേട്ടാലും അല്ലാതെ ആയാലും അവർക്ക് വൈറലാകണം. ആ വൈറലാകുന്നത് ഏത് തരത്തിലൂടെ ആയാലും കുഴപ്പമില്ല. അത് ഈ ആക്രമിക്കപ്പെടുന്ന ഇരയായിട്ടായാലും കുഴപ്പമില്ല, നേരിൻ്റെ ഭാഗത്ത് നിന്ന് പോരാടുന്ന വേട്ടക്കാരനായിട്ടായാലും കുഴപ്പമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഒരു പോസ്റ്റാണ് റിനി അറിഞ്ഞുകൊണ്ട് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിനിക്കറിയാം ഈ പോസ്റ്റ് ഒരുപാട് ചർച്ചയാകുമെന്നും, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പോലും ഈ ആശംസകളും അഭിനന്ദനങ്ങളും എല്ലാം ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരാളല്ലെന്നും ഒക്കെ റിനിക്ക് നന്നായി അറിയാം. എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ പിന്നീട് എതിരാളികൾ മുഴുവൻ ഉന്നം വെച്ചത് ആ നിഴലിൽ നിർത്തി ഷാഫിയെ പൊരിക്കാനാണ്. ആ ഷാഫിയെ പൊരിക്കാനുള്ള ദൗത്യവുമായി രംഗത്ത് വന്ന് ആദ്യം അതിനെ ഒന്ന് പിൻ പോയിൻ്റ് ചെയ്തു കൊടുത്ത ആളുകളിൽ ഒരാളാണ് നമ്മുടെ ഷെഹനാസ് മാഡം. പിന്നെ പാലക്കാട്ടെ ഫ്ലാറ്റ് എന്നതടക്കം ഒട്ടേറെ കാര്യങ്ങൾ ഇടയ്ക്കും തലയ്ക്കുമായി ഇങ്ങനെ കുത്തി കൊണ്ടുവന്നതിന് ശേഷമാണ് ഇപ്പോൾ ഷാഫിക്ക് ജന്മദിനാശംസകൾ ഇട്ടിരിക്കുന്നത്. അതിനേക്കാൾ വിശേഷം, സാധാരണ ജന്മദിനാശംസകൾ ഇട്ടാൽ ആരും ഒന്നും പറയാറില്ല. എത്ര എതിരാളികളുടേതാണെങ്കിലും ആശംസകളും പ്രാർത്ഥനകളും ഒക്കെയാണ് പറയുന്നതെങ്കിലും ഇവിടെ റിനിയുടെ ജന്മദിനാശംസകൾക്ക് താഴെ ഷാഫിക്ക് ഈ ഒരു വിഷിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഷാഫി പറമ്പിൽ സൂക്ഷിച്ചോളൂ, എന്തോ വരാനിരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടായോ, ആ പാവത്തിനൊരു കുടുംബമുള്ളതാണ്. ഇതൊക്കെ സ്ത്രീകളാണ് കമൻ്റ് എഴുതിയിരിക്കുന്നത്. പടച്ചോനെ കാത്തോളീൻ, എന്ത് കുരിശാണ് അടുത്തത്. ഐ തിങ്ക് സോ നെക്സ്റ്റ് ടൈം സ്പോയിൽ ടു ഹിം. എൻ്റെ ഷാഫി അടുത്ത ഏതോ പണിയുമായി വന്നേ, സൂക്ഷിച്ചോ, ഒരാളെ കുടുക്കി, ഇനി നെക്സ്റ്റ് ഷാഫി. യു ടേണിൻ്റെ തുടക്കം. ഇങ്ങനെ ഒരർത്ഥത്തിലും ആരും ഇത്തരമൊരു നാടകത്തെ അപ്രിസിയേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അപ്രിസിയേറ്റ് ചെയ്യുന്നില്ലെങ്കിലും നടനത്തിലൂടെയെങ്കിലും നാടറിയുകയും ചെയ്യുക എന്ന് പറയുന്ന ദൗത്യമാണ് ലക്ഷ്യമെങ്കിൽ ഇതെല്ലാം അലങ്കാരമാണ്. ഇതെല്ലാം വളരെ മനോഹരമായ അവസരങ്ങളാണ്. ഏതായാലും അവസരങ്ങൾ ഒരുപാട് ലഭിക്കട്ടെ, അംഗീകാരങ്ങൾ ഒരുപാട് ലഭിക്കട്ടെ. നന്മകൾക്കൊപ്പം അതിജീവിതകൾക്കൊപ്പം നിലയുറപ്പിച്ചതിന് ഒരുപാട് ആശംസകൾ. അഭിനന്ദനത്തിൻ്റെ